Watch India's largest kids library only on Jio Hotstar. Download the app now. എത്രയാ സമ്മാനത്തുക? ഗവൺമെന്റ് നമ്മുടെ മേലെ എത്രയാണ് സമ്മാനത്തുക വെച്ചിട്ടുള്ളത്? നമ്പർ 1 സ്പീക്ക് ഔട്ട്. ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ? ഗവൺമെന്റ് നമ്മുടെ മേലെ എത്രയാണ് പണത്തുക വെച്ചിട്ടുള്ളത്? ഓഹോ, ഇവന്മാർക്ക് എന്താ ഇത് കാത് കേൾക്കാതെ ആയോ? ഞാൻ പറയുന്നത് കേൾക്കില്ലേ? ഗവൺമെന്റ് നമ്മളെ ആരെങ്കിലും പിടിച്ചു കൊടുത്താൽ അവർക്ക് എത്രയാണ് സമ്മാനം തരാൻ പോകുന്നത്? 25 രൂപ ബോസ്. 25 രൂപ. എന്ത് 25 രൂപയോ? ജസ്റ്റ് 25 റുപ്പീസ്. എനിക്കൊരു വിലയില്ലേടാ. ഡോണ്ട് വറി ബോസ്, ഞങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് കഴിയുമ്പോ ബോസിന്റെ പ്രൈസ് 25 ലക്ഷം രൂപയായി മാറും. ഇപ്പൊ വിവരം കിട്ടി. കമാൽപൂർ മേയർ ഇപ്പൊ ഫർഫർ നഗറിൽ വരുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾ ആളെ കിഡ്നാപ്പ് ചെയ്താലോ? അങ്ങനെ ചെയ്താൽ നമ്മുടെ മേലെ വെച്ചിട്ടുള്ള തുക 25 ലക്ഷമായി മാറില്ലേ? ആളൊരു വലിയ പണക്കാരനാണ്, പിന്നെ ഈ നഗരത്തിന്റെ മേയറുമാണ്. അപ്പൊ ആളിനെ പോയി കിഡ്നാപ്പ് ചെയ്യടാ. ബോസ് പോകാം. ഇതെന്താ സംഭവം? വണ്ടി നിർത്താനാ പറഞ്ഞത്. സാർ ആ മോട്ടു പത്രങ്ങളെ പെട്ടെന്ന് വിളിക്ക് സാർ. അവർക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. പോലീസിനെ വിളിക്ക്, പെട്ടെന്ന് പോലീസിനെ വിളിക്ക്. ഞാൻ പറയുന്നത് കേൾക്ക് സാർ, പോലീസിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ മോട്ടു പത്രങ്ങളെ വിളിക്കുന്നതാണ് നല്ലത്. മോട്ടു പത്രു ഞങ്ങളെ രക്ഷപ്പെടുത്ത്. സാർ ദാ മോട്ടു പത്ര വന്നു. നന്ദിയുണ്ട് മോട്ടു പത്ലു. ഇതെന്തായി സംഭവിക്കണം? മോട്ടു പത്ലു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തോ? മേയർ സാർ, പത്ലു നീ സാറിനെ രക്ഷിക്കേ. യുവമാര് ഞാൻ നോക്കിക്കോളാം. മേയർ സാർ മേളിലേക്ക് വരൂ. ഞാൻ എന്റെ കൈ തരാം, വിടരുത്. ഞാൻ നിങ്ങളെ പിടിച്ചോളാം. മേയർ സാർ, മേളിലേക്ക് വരൂ സാർ. മേയർ സാർ വരൂ. താങ്ക് യു പത്ലു. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ ധീരരായ നിങ്ങൾക്ക് ഒരു അവാർഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശരിക്കും ധീരതയുള്ളവരാണ്. ഏറ്റവും ആദ്യത്തെ സമ്മാനം നിങ്ങൾക്കുള്ളതായിരിക്കും. നിങ്ങൾ കമാൽപൂർ തീർച്ചയായിട്ടും വരണം. ഞങ്ങൾ തീർച്ചയായിട്ടും വരും മേയർ സാറേ. നിങ്ങൾ ചെല്ല്. ഇനി സമാധാനത്തോടെ ചെല്ലൂ. ഇനി കൊള്ളക്കാരുടെ പ്രശ്നം നിങ്ങൾക്കുണ്ടാവില്ല. ഇന്ന് സാറേ നിങ്ങളുടെ ക്യാപ്. താങ്ക് യു മോട്ടു പത്ലു. കമാൽപൂർ തീർച്ചയായിട്ടും വരണം. തീർച്ചയായിട്ടും സാർ. എന്ത് പറ്റി? മേയർ സാറിനെ കിഡ്നാപ്പ് ചെയ്തോ? ഇല്ല. എന്ത് എല്ലാവരും തല്ലി മേടിച്ചിട്ട് വന്നിരിക്കുകയാണോ? പറയൂ, ആരാണ് മേയർ സാറിനെ വന്ന് രക്ഷിച്ചത്? 2 പേര് ബോസ്. അവരുടെ പേര് മോട്ടു പത്ലു. എന്ത് 2 പേരോ? വെറും 2? നിങ്ങൾ 4-5 പേരുണ്ടായിരുന്നില്ലടാ. എന്നിട്ടും നിങ്ങൾ എന്താ ഇങ്ങനെ തല്ലി മേടിച്ചിട്ട് വന്നിരിക്കുന്നേ? ഇങ്ങനെ പറയാൻ നിങ്ങൾക്കൊന്നും നാണമില്ലടാ. നിങ്ങൾ എന്നെയും ചേർത്തി നാണം കെടുത്തി. നിങ്ങൾ എന്താടാ ഇത് ഇങ്ങനെ ചെയ്തത്?
ഇപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. പിന്നൊരു കാര്യം കേൾക്കണ്ടായി, മോട്ടു പത്ലുവിന് കമാൽപൂർ മേയർ അവിടെ ധീരതയുടെ അവാർഡ് വാങ്ങാൻ കമാൽപൂരിൽ വിളിച്ചിട്ടുണ്ട്. ഓ, എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ ഒരു സൂപ്പർ ഐഡിയ വന്നുകൊണ്ടിരിക്കുന്നുണ്ടടാ. ഇപ്പൊ ഞാൻ മോട്ടു പത്ലുവിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനപ്പെടുത്താൻ പോവുകയാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ അത് അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത പോലെ ആയിരിക്കും. 1 2 3 മൈക്ക് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ്. ഞാൻ ദേ ഇപ്പൊ വരുന്നു. തരൂ തരൂ. അനൗൺസ് ചെയ്യട്ടെ സാർ. അതെ അതെ ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വീരൻ, അതുമാത്രമല്ല ബുദ്ധിമാൻ, പിന്നെ ഏറ്റവും വലിയ ബലശാലിനെ വിളിക്കാൻ പോവുകയാണ്. ആളെന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. ആളെ ഞാൻ വിളിക്കാൻ പോവുകയാണ്. ആളുടെ പേരാണ് മോൾ അല്ല മഹേഷ് പിന്നെ സുരേഷ്. അതിനുശേഷം നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് വേറെ ആരുമല്ല, ഏറ്റവും വലിയ ബലശാലി രാജേഷ്. ദൈവം ഇതിനെ കുറിച്ച് വഴിമാറി തരൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വഴിമാറി തരാം. പോയിക്കോളൂ. ഇനി അടുത്ത് വരാൻ പോകുന്ന ആൾ വേറെ ആരുമല്ല, ചുവപ്പ് ഷർട്ടിന്റെ മേലെ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുള്ള ആളാണ് വരാൻ പോകുന്നത്. അവിടെ ഇരിക്കണോ? ഇനി ഇതുപോലെ ഇവിടെ എഴുന്നേറ്റ് എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. എന്താ അനൗൺസറാ നിങ്ങള്? എല്ലാറ്റിലും ആദ്യം മോട്ടു പത്ലുവിനല്ലേ വിളിക്കേണ്ടത്. അതൊഴിച്ച് നിങ്ങൾ മറ്റെല്ലാരും വിളിക്കുക. നിങ്ങൾ ആരാണ്? അനൗൺസറായിട്ട് തോന്നുന്നില്ലല്ലോ. നിങ്ങൾ ആരാ ഇവിടെ ക്ഷണിച്ചേ? അതായത് അനൗൺസറിന് ഇത്രയും സുഖമില്ല സാർ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. പറയൂ, ഇപ്പൊ ആരെ വിളിക്കണം? അതിനു മുന്നേ ഞാൻ പുറപ്പെടട്ടെ. മോട്ടു പത്ലു, വേഗം സ്റ്റേജിലേക്ക് വന്നോളൂ. എല്ലാറ്റിലും ആദ്യം നിങ്ങൾക്കായിരുന്നു ഈ അവാർഡ് തരേണ്ടത്. സോറി സോറി, മിസ്റ്റേക്ക് ആയിപ്പോയി. അല്ലല്ല, ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ചെയ്യണേ? ഞങ്ങൾ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുക. സത്യത്തില് നിങ്ങൾ എത്ര വലിയ മനുഷ്യനാ സാറേ. ഇല്ല 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 ഇല്ല, കാല് വിട് കാല് വിട്. അതെ അതെ, കാലിൽ വീണതൊക്കെ മതി. ആദ്യം സമ്മാനം മേടിച്ചുകൊണ്ട് പോകാൻ നോക്ക്. മോട്ടു പത്ലുമാരെ, ഇന്നാ പിടിച്ചോളൂ നിങ്ങളുടെ ധീരതയുടെ ട്രോഫി. നിങ്ങൾ എന്റെ ജീവൻ രക്ഷപ്പെടുത്തി, അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് നന്ദി. അല്ല, എവിടെ പോയി നിങ്ങൾ രണ്ടുപേരും? സാറേ, അല്ല, നിങ്ങൾ അവിടെ എങ്ങനെ എത്തി? ആരോ ഒരാളാണ് സാർ ഞങ്ങളുടെ പുറകെ കൂടിയിട്ട് കുറെ ദിവസങ്ങളായി. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ലെന്നേ. ഞങ്ങൾക്കൊരിക്കലും ഈ ട്രോഫി വാങ്ങിക്കാൻ പറ്റില്ല സാറേ. സാറേ, ആ അനൗൺസർ എവിടെയാ പോയത്? എങ്ങോട്ടേക്കാ പോയത്? മോട്ടു പത്ലു, നിങ്ങളെ ഞാൻ ട്രോഫി വാങ്ങാൻ വിട്ടാലല്ലേ? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്, അറിയാമല്ലോ, എംപോസിബിള്. എന്റെ അമ്മോ, എന്തിനാ എന്നെ തല്ലുന്നത്? ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ കള്ളനെ പിടിച്ച് തല്ല്. ഞങ്ങള് വിട്ടേക്ക്, നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ട്രോഫി വാങ്ങാൻ പോവുകയാണോ? ധൈര്യശാലി എന്നുള്ളതിന് സമ്മാനം വാങ്ങാൻ പോവുകയാണോ? ഞാൻ വിടില്ലല്ലോ. നിങ്ങൾ എന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വിടുന്നില്ല. ഇതാ നോക്കിക്കോളൂ. എടാ, മോട്ടു പത്ലുവിനെ വലിച്ചിട്ട് നല്ല വേഗത്തിൽ ഓടടാ. എല്ലാവരും ഒന്ന് അടങ്ങൂ. ഞാനും ഒന്ന് തയ്യാറായിക്കോട്ടെ. ഇന്ന് അങ്ങോട്ടും സമോസകൾ. ഇനി വന്നോളൂ. വേണ്ട വേണ്ട, ഇനി ഒരു കാര്യവുമില്ല. മോട്ടു
സമോസ കഴിച്ചടാ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടാൻ നോക്ക് വേഗം. പെട്ടെന്ന് ഓടിക്കൂ. അയ്യോ വേണ്ട വേണ്ട, ഇനി എനിക്ക് 25 രൂപ പോലും വെക്കില്ലെന്ന് തോന്നുന്നത്. മേയർ സാറേ തന്നോളൂ, ഞങ്ങളുടെ ട്രോഫി ഞങ്ങൾക്ക് തന്നോളൂ. അല്ല ആ ഗുണ്ടകൾ എവിടെയാ? ഇപ്പോഴാ അവന്മാരൊക്കെ നിങ്ങളുടെ മുൻപിൽ എത്തും സാറേ. ആഹാ, അത് കൊള്ളാലോ. നിങ്ങൾ രണ്ടുപേരുടെ ധീരത ഞാൻ സമ്മതിച്ചു തന്നേ പറ്റൂ. ഇന്നാ പിടിച്ചോളൂ നിങ്ങളുടെ ട്രോഫി. Watch India's largest kids library only on Geo Hotstar. Download the app now.